പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 20-ാമത് വചനം. അതുകൊണ്ട് നീ സ്വജനത്തിൻ്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചുകൊള്ളുക എന്നുള്ള തിരുവചനമാണ്. ഭക്തന്മാരായ നീതിമാന്മാരായ വിശ്വസ്തരായ ആളുകൾ പോയതായ പാതകളെയും വഴികളെയും നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും അതും നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്നും നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഭക്തന്മാരും നീതിമാന്മാരുമായ ആളുകളൊക്കെ കടന്നുപോയതായ വഴിയെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ ആ വാക്യം നമുക്ക് നൽകുന്ന ചിന്ത എന്ന് പറയുന്നത് ആഴമായ അപമാനങ്ങളുടെയും നിന്ദകളുടെയും പഴികളുടെയും പരിഹാസങ്ങളുടെയും വഴിയിലൂടെയാണ് ഭക്തന്മാരൊക്കെ കടന്നുപോയിട്ടുള്ളത് എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, ഭക്തനും നീതിമാനുമായിരുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെട്ടതായ വന്നു പ്രവേശിച്ചതായ ആഴമായ നഷ്ടങ്ങളുടെ ചരിത്രങ്ങൾ അവിടെയും കൃത്യമായ തലത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭക്തന്മാരൊക്കെ കടന്നുപോയ 2ാമത്തെ വഴിയെന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ വഴിയാണ്, വേദനകളുടെ വഴിയാണ് എന്ന വസ്തുതയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഭക്തിയോടെ ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ആക്കി വയ്ക്കപ്പെട്ട മിഖയ്യാവെന്ന് പറയുന്ന പ്രവാചകൻ യാഥാർത്ഥ്യങ്ങളെ പ്രവചിക്കൊണ്ട് സിദെക്കീയാവ് അടുത്തു വന്ന് തൻ്റെ ചെകിട്ടത്തടിച്ചു എന്നോർമ്മപ്പെടുത്തുന്നുണ്ട്. മിഖയ്യാവടക്കം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസും പത്രോസും യാക്കോബും അടക്കമുള്ള ഭക്തന്മാരായ ആളുകളൊക്കെ അവരുടെ നിർമ്മലമായ ജീവിതയാത്രയ്ക്കകത്ത് അവർ കടന്നുപോയ വഴി ആഴമായ പീഡനങ്ങളുടെ വഴിയാണ് അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നത് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നീതിമാന്മാർ കടന്നുപോയ വഴികളെക്കുറിച്ച് നോക്കുമ്പോൾ നിന്ദയുടെ വഴിയാണ്, അപമാനത്തിൻ്റെ വഴിയാണ്, പരിഹാസത്തിൻ്റെ വഴിയാണ്, നഷ്ടങ്ങളുടെ വഴിയാണ്, വേദനകളുടെ വഴിയാണ്, ഉപദ്രവങ്ങളുടെയും പീഡനങ്ങളുടെയും വഴിയാണ്. ഈ വഴികളിലൂടെയൊക്കെ ഈ നീതിമാന്മാരായ പ്രിയപ്പെട്ടവർ യാത്ര ചെയ്തപ്പോൾ അവർ ഒരു കാര്യം ശ്രദ്ധിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. യഹോവ നീതിമാനാകൊണ്ട് അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നിന്ദകൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ നീതി പ്രവൃത്തിക്കനുസരിച്ച് നീതിയുടെ വഴിയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമെന്നുള്ള ആഴമായ സമർപ്പണവും തീരുമാനവും അവരെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം 11-ാം സങ്കീർത്തനം 7-ാം വാക്യം പറയുന്നത്, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖത്തെ കാണും. നീതിയോടെ ജീവിക്കുന്ന, നേരോടെ ജീവിക്കുന്ന, ഭക്തിയോടെ ജീവിക്കുന്ന ആളുകൾക്ക് നിന്ദയും പഴിയും പരിഹാസവും നഷ്ടങ്ങളും ഛേദങ്ങളും ഉപദ്രവങ്ങളും പീഡകളും ഒക്കെ കടന്നു വരുന്നു എങ്കിലും അവർ നേരോടെ ജീവിക്കുക നിമിത്തം അത്യുന്നതനായ ദൈവത്തിൻ്റെ മുഖം കാണുവാനുള്ള
ഭാഗ്യമുള്ളവരായി അവർ തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കും നീതിമാന്മാർ പോയ വഴികളിലൂടെ യാത്ര ചെയ്യാം. നിന്ദയുടെയും നഷ്ടത്തിൻ്റെയും ഉപദ്രവങ്ങളുടെയും വഴിയാണെങ്കിലും സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാം. ആ അത്യുന്നതനായ ദൈവത്തിൻ്റെ തിരുമുഖം കണ്ട് സന്തോഷിക്കാൻ നമുക്കൊരുങ്ങാം. അതിനെൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ദയും പഴിയും പരിഹാസവും അപമാനവും നഷ്ടവും ഉപദ്രവവും ഒക്കെ സഹിക്കേണ്ടി വരുന്നു എങ്കിലും ആ നീതിയോടെ ഞങ്ങളുടെ വഴി തിരഞ്ഞെടുത്ത് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ, അങ്ങയുടെ തിരുമുഖം കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.